ഹായ് കുഞ്ഞീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതെ, ഞാനും കുഞ്ഞും കൂടെ ഷോപ്പിംഗ് മാളിൽ പോയി കുറച്ച് സാധനം മേടിക്കും. ഒന്നുമില്ല, ഒന്ന് രണ്ട് സാധനം ചുമ്മാ വെറുതെ നടക്കാൻ വേണ്ടി പോയി എന്നുള്ളതേ ഉള്ളൂ. കുറച്ച് നെയ്യ് മേടിക്കണമായിരുന്നു. അങ്ങനെ പോയി ഞാൻ കൂരവില്ലേ, അതെന്നെ ഞാൻ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. അതിനെ അരിച്ചെടുത്ത് വെച്ച് വന്നിട്ട് എടുത്ത് വെച്ചു. എന്നിട്ട് ചായ ഇട്ട് പിള്ളേർക്കും കൊടുത്ത് ഞാനും കുടിച്ചു. എന്നിട്ട് നമ്മുടെ അലുവ ഉണ്ടാക്കാൻ വിചാരിച്ചു. എന്തിനാ അലുവ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ എടുത്ത് വെച്ചിരുന്നത്. ഇത് ഹെൽത്തിയുമാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്, പിള്ളേർ കഴിക്കുകയും ചെയ്യും. അതിനെ നെയ്യിൽ ഒന്ന് വേവിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് തേങ്ങാപ്പാലിൽ ഒന്ന് ഇളക്കിയെടുത്ത് ഒന്ന് കുറുക്കിയെടുത്തിട്ട് ആവശ്യത്തിന് ഏലയ്ക്ക് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് പാനൊന്ന് വിട്ട് വരുന്ന രീതിയിൽ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് ഇളക്കി എടുക്കുക. എന്നിട്ട് ഒരു നെയ്തടവ് പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് കണ്ടപ്പോൾ അതങ്ങ് കട്ടിയായി കേട്ടോ. നല്ല സോഫ്റ്റ് വരുന്നേ, നല്ല ഷേപ്പൊന്നുമില്ല, എന്നാലും കൊള്ളാം. അപ്പോൾ നോക്കിയപ്പോൾ അമ്മ വലിയ കൊഞ്ച് കൊണ്ടുവന്ന് അതിന് അമ്മ എടുത്ത് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് കുറച്ച് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിനകത്തോട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് പാനിലോട്ട് കടുക് വറുത്തിട്ട് ഇത് കുറച്ച് നേരം വെച്ചിരുന്നു കേട്ടോ, 5 മിനിറ്റ് വെച്ചിരുന്നു. എന്നിട്ട് പാനിലോട്ട് നമ്മുടെ കൊഞ്ചിനെ ഇട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് ആവിയിൽ വേവിച്ച് വെള്ളം ഒഴിച്ചില്ല കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. കുറച്ച് റോസ്റ്റ് ചെയ്തെടുത്തു. വൈകുന്നേരം അതൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. പിന്നെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.